ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ആനുവൽ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ്. ആക്ടിവിറ്റി 2 മുതൽ 7 വരെയുള്ളതിൽ ഏതെങ്കിലും 4 ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. റീഡിംഗ് കംപ്രഷൻ ആണ്. അതായത് നിങ്ങൾക്കിവിടെ പുറത്ത് നിന്നൊരു പോയം തന്നിട്ടുണ്ട്. ഈ പോയം വായിച്ചിട്ട് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് താഴെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ പോയത്തിൽ നിന്നുമാണ് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്തി താഴെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. പോയം വായിക്കാം. ദ സൺഷൈൻ എന്നാണ് നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത്. ദ സൺ ഷൈൻസ് ബ്രൈറ്റ് ഇൻ ദ മോർണിംഗ് സ്കൈ. രാവിലെ പ്രഭാതത്തിൽ സണ്ണ് നന്നായിട്ട് ബ്രൈറ്റായിട്ട് തിളങ്ങുന്നുണ്ട്. ആൻഡ് വാംസ് ദി എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ. സൂര്യൻ കടന്നു പോകുമ്പോൾ ഭൂമിയെ അത് വാമാക്കുന്നു, ചൂടാക്കുന്നു. ഇറ്റ്സ് റേസ് ബ്രിങ് ലൈറ്റ് ടു ദി വേൾഡ് ഔട്ട്സൈഡ്. അതിൻ്റെ കിരണങ്ങൾ പുറം ലോകത്തേക്ക് വെളിച്ചങ്ങൾ, പ്രകാശങ്ങൾ നൽകുന്നു. ആൻഡ് ഫിൽ അവർ ഹേർട്സ് വിത്ത് ജോയ് ആൻഡ് പ്രൈഡ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും അഭിമാനവും നിറയ്ക്കുന്നു. അടുത്ത സ്റ്റാൻസ വായിക്കാം. ദ സൺസ് വാം ടച്ച് മേക്സ് ദി ഫ്ലവേഴ്സ് ബ്ലൂം. ഈ സൂര്യൻ്റെ ഈ ഒരു ചൂടുള്ളൊരു സ്പർശനം പൂക്കളെ ബ്ലൂം ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പുഷ്പിക്കുന്നു, വിടർത്തുന്നു. ആൻഡ് ബ്രിങ്സ് ന്യൂ ലൈഫ് ടു ദി എർത്ത് സ്വീറ്റ്സ് റൂം. ഭൂമിയുടെ ലോകത്തേക്ക് പുതിയൊരു ജീവൻ കൊണ്ടുവരുന്നു. സോ ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് എൻജോയ് ദ ഡേ. അതുകൊണ്ട് പുറത്തു പോയി നമുക്ക് ഈ ഒരു ദിവസം എൻജോയ് ചെയ്യാം, ആസ്വദിക്കാം. ആൻഡ് ഗ്ലോ ഇൻ ദി സൺഷൈൻസ് ഹാപ്പി റേ. സൂര്യൻ്റെ സന്തോഷകരമായ കിരണങ്ങളിൽ നമുക്കും തിളങ്ങാം. ഇത് ദ സൺഷൈൻ, സൂര്യപ്രകാശത്തെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണല്ലേ. എല്ലാവർക്കും ഈ ഒരു പോയം മനസ്സിലായല്ലോ. ഇനി നമുക്ക് താഴെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദി സൺ ഷൈൻ ഇൻ ദി മോർണിംഗ് സ്കൈ. രാവിലെ ഉള്ള ആകാശത്തിൽ എങ്ങനെയാണ് സൂര്യൻ തിളങ്ങുന്നത്? ലൈറ്റ്ലി, ചെറുതായിട്ടാണോ? ബ്രൈറ്റ്ലി, നല്ല ബ്രൈറ്റ് ആയിട്ടാണോ? വാംലി, ചൂടായിട്ടാണോ? സ്വീറ്റ്ലി, മധുരമായിട്ടാണോ? എന്താണ് നമ്മുടെ കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ പോയത്തിൽ തന്നിട്ടുണ്ടാവും. ചോദ്യം വായിക്കുക. ഒന്നും കൂടി നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പോയം വായിച്ചു നോക്കുക. ഇവിടെ ആദ്യത്തെ വരിയിൽ നമുക്ക് കാണാം, ദ സൺ ഷൈൻസ് ബ്രൈറ്റ് ഇൻ ദി മോർണിംഗ് സ്കൈ. രാവിലെ പ്രഭാതത്തിൽ സണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് തിളങ്ങുന്നത്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി, ബ്രൈറ്റ്ലി എന്നാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ദ സൺസ് വാം ടച്ച് മേക്സ് ദി ഫ്ലവർ. സൂര്യൻ്റെ ചൂടുള്ള സ്പർശനം പൂക്കളെ എന്താണ് ആക്കുന്നത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഹാപ്പി, ബി ബ്ലൂം, സി ഫേഡ്, ഡി ബ്രൈറ്റ്. രണ്ടാമത്തെ സ്റ്റാൻസയിൽ ആദ്യത്തെ വരി നോക്കിക്കേ. ദ സൺസ് വാം ടച്ച് മേക്സ് ദി ഫ്ലവേഴ്സ് ബ്ലൂം. പൂക്കളെ ബ്ലൂം വിടർത്തുകയാണ് ചെയ്യുന്നത്. സോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഹു വാംസ് ദി എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ. കടന്നു പോകുമ്പോൾ ഭൂമിയെ ചൂടാക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ മൂൺ, ഓപ്ഷൻ ബി സ്റ്റാർ, ഓപ്ഷൻ സി സൺ, ഓപ്ഷൻ ഡി സ്കൈ. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ വരിയിൽ കാണാം, വാംസ് ദി എർത്ത് ആസ് ഇറ്റ് പാസസ് ബൈ. ആരാണ്? സൂര്യനാണ്. ഓപ്ഷൻ സി സൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് നാലാമത്തെ ചോദ്യം, ദ പോയം സേസ് വി ഷുഡ്. നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഈ ഒരു കവിത പറയുന്നത്? സ്റ്റേ ഇൻഡോഴ്സ്, ഉള്ളിൽ നിൽക്കാൻ. ബി സ്ലീപ്പ്, ഉറങ്ങാൻ. ഓപ്ഷൻ സി വാച്ച് ടി വി കാണാൻ. ഓപ്ഷൻ ഡി ഗോ ഔട്ട്, പുറത്തിറങ്ങാൻ. നമ്മളോട് പറയുന്നത് നാലാമത്തെ വരി നോക്കി രണ്ടാമത്തെ സ്റ്റാൻസയിൽ. സോ ലെറ്റ്സ് ഗോ ഔട്ട് എന്നാണ്, പുറത്തേക്ക് ഇറങ്ങാനാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, വാട്ട് ഡസ് ദി സൺ ബ്രിങ് ടു ദി എർത്ത്. ഭൂമിക്ക് സൂര്യൻ എന്താണ് നൽകുന്നത്? ഹെവി റെയിൻ, നല്ല ശക്തമായിട്ടുള്ള മഴ. കോൾഡ് വിൻഡ്, തണുത്ത കാറ്റ്. വാംത് ആൻഡ് ലൈറ്റ്, ചൂടും വെളിച്ചവും. ഓപ്ഷൻ ഡി ഡാർക്ക്നെസ്, ഇരുട്ട്. എന്താണ് സൂര്യൻ എന്താണ് നൽകുന്നത്? ചൂടും
വെളിച്ചവുമാണ്. ഓപ്ഷൻ സി വാംത്ത് ആൻഡ് ലൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. ആക്ടിവിറ്റി 1 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 5 മാർക്ക് നിങ്ങൾ ഇതിന് തെറ്റാതെ ഉത്തരം എഴുതിയാൽ 5 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്കും ഇതേപോലെ പുറത്ത് നിന്നുള്ള ഒരു കഥയോ കവിതയോ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുള്ള പാസേജിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. ഒരിക്കലും ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നിങ്ങൾ മാർക്ക് മിസ് ഔട്ട് ആക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. റീഡ് ദി ഫോളോയിങ് ഹിൻസ് റിലേറ്റഡ് ടു കൽപ്പന ചൗള, പ്രിപ്പയർ ഹെർ പ്രൊഫൈൽ. ഇവിടെ താഴെ നിങ്ങൾക്ക് കൽപ്പന ചൗളയുമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ഇത് വായിച്ചിട്ട് നിങ്ങളോട് ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ താഴെ നിങ്ങൾക്കുള്ള തന്നിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട് ഒരു പാരഗ്രാഫ് ആക്കി എഴുതിയാൽ അത് പ്രൊഫൈലായി. പക്ഷേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്, പ്രൊഫൈലിൽ ഒരു ഓർഡർ ഉണ്ട്. ആദ്യം നമ്മൾ എന്താണ്, ജനിച്ച കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഏറ്റവും അവസാനം ഡെത്താണ് എഴുതേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് നമുക്കൊരു പ്രൊഫൈൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റുക, അതിൻ്റെ ഫോർമാറ്റ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ലിങ്ക് വേണ്ടവർ കമൻ്റ് ആയിട്ട് പ്രൊഫൈൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, നമുക്കിവിടെ കൽപ്പന ചൗളയുടെ പ്രൊഫൈൽ തയ്യാറാക്കി നോക്കാം. നമുക്കിവിടെ ബോൺ, ജനിച്ചത് തന്നിട്ടുണ്ട്, ബർത്ത് എന്താണ് ഡേറ്റും തന്നിട്ടുണ്ട്, സ്ഥലവും തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. കൽപ്പന ചൗള വാസ് ബോൺ ഓൺ എന്നാണ് ഡേറ്റ് എഴുതുന്നതിന് മുൻപ് വരിക. അതായത് ഇവിടെ ഡേറ്റ് 17th March ആണ് തന്നിട്ടുണ്ട്. ഡേറ്റ് എഴുതുന്നതിന് മുൻപേ ആയിട്ട് നമ്മൾ ഓൺ എന്നാണ് എഴുതുക. ഓൺ March 17th, 1962 എന്നാണ് വരിക. ഞാൻ സൈഡിലായിട്ട് പ്രൊഫൈൽ എഴുതിയത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ പോയിന്റ്സ് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വർഷം മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ, അതായത് 1962 എന്ന് മാത്രമാണ് നൽകിയതെങ്കിൽ നിങ്ങൾ അവിടെ ഇൻ എന്നാണ് എഴുതേണ്ടി വരിക. അതായത് കൽപ്പന ചൗള വാസ് ബോൺ ഇൻ 1962 ആണ് വരിക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ഥലം എഴുതുന്നത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് 2 സ്ഥലത്തിൻ്റെ പേര് തന്നിട്ടുണ്ട്. കർണാൽ എന്ന് തന്നിട്ടുണ്ട്, ഹരിയാന എന്ന് തന്നിട്ടുണ്ട്. ഹരിയാനയിലെ ചെറിയൊരു പ്രദേശമാണ്, ചെറിയൊരു സ്ഥലമാണ് കർണാൽ എന്ന് പറയുന്നത്. ചെറിയ സ്ഥലം എഴുതുമ്പോൾ അറ്റാണ് എഴുതുന്നത്. വലിയ സ്ഥലമാണെങ്കിൽ ഇൻ എന്നാണ്. ഇവിടെ എഴുതുക അറ്റ് കർണാൽ ഇൻ ഹരിയാന എന്നാണ്. അതായത് ചെറിയ സ്ഥലം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അറ്റ് കോഴിക്കോട് ഇൻ കേരള എന്നാണ് വരിക. ചെറിയ സ്ഥലം എഴുതുന്നതിൻ്റെ മുൻപേ ആയിട്ട് അറ്റും, വലിയ സ്ഥലം അതായത് സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്നാണ് വരിക. അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ സ്ഥലങ്ങൾ പറയുമ്പോൾ അറ്റാണ് വരിക. ഓക്കെ, നമ്മളിവിടെ ബർത്തിൻ്റെ ഹിൻഡ് ഉപയോഗിച്ചിട്ട്, ആദ്യത്തെ സൂചന ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് സെൻറ്റൻസ് ഇവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് എഴുതുന്നത്, ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗോ ടു സ്പേസ്. സ്പേസിലേക്ക് പോയിട്ടുള്ള ആദ്യം ഇന്ത്യൻ വനിതയാണ്. അത് നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ഷീ വാസ് ദി ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഗോ ടു സ്പേസ്. എന്താണ്, ഷീ വാസ് എന്നവിടെ കൂട്ടിച്ചേർത്താൽ മതി. അടുത്തത് നമുക്ക് എഡ്യൂക്കേഷൻ എഴുതാം. എഡ്യൂക്കേഷൻ എഴുതുമ്പോൾ ഷീ കംപ്ലീറ്റഡ് എന്ന് എഴുതിയാൽ മതി. ഷീ കംപ്ലീറ്റഡ് ഹെർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എൻജിനീയറിംഗ്. ഇവിടെ നിന്നാണ് തന്നിട്ടുണ്ട്, പഞ്ചാബ് എൻജിനീയറിംഗ് കോളേജ് ആണ്. സോ നിങ്ങൾ അവിടെ ഫ്രം പഞ്ചാബ് എൻജിനീയറിംഗ് കോളേജ് നിന്ന് എഴുതുക. അടുത്തത് കരിയർ തന്നിട്ടുണ്ട്, എയറോസ്പേസ് എൻജിനീയറുമാണ്, ആസ്ട്രോണറ്റ് അറ്റ് നാസയുമാണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം, ഷീ വാസ് എൻ എയറോസ്പേസ് എൻജിനീയർ ആൻഡ് ആസ്ട്രോണറ്റ് അറ്റ് നാസ. നാസയിലെ ആസ്ട്രോണറ്റും എയറോസ്പേസ് എൻജിനീയറും ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഷീ ഈസ് എന്ന് പറയില്ല, ഷീ വാസ് ആയിരുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ. സോ ആസ്ട്രോണറ്റ് ആയിരുന്നു എന്നാണ് പറയുക. ഷീ ഈസ് ആസ്ട്രോണറ്റ് എന്ന് പറയില്ല, ഷീ വാസ് ആസ്ട്രോണറ്റ് എന്നാണ് പറയുക. ഷീ വാസ് ബോൺ എന്നാണ് നമ്മൾ ഫസ്റ്റ് ലൈനിൽ എഴുതിയത്. അവൾ ജനിച്ചിരുന്നത്. എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. സോ ഇവിടെ നമ്മൾ ഷീ വാസ് പാസ്റ്റ് ഫോമിലാണ് എഴുതുക. അടുത്തത് അവാർഡ്സ് തന്നിട്ടുണ്ട്. നമുക്ക് അവാർഡ്സ് എങ്ങനെ എഴുതാം, ഷീ റിസീവ്ഡ് മെനി അവാർഡ്സ്. അവർക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടി. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ കിട്ടി. എന്നിട്ട് അത് ഏതൊക്കെയാണ്, ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള അവാർഡ്സുകളുടെ പേരൊക്കെ അതേപോലെ എഴുതുക. കോൺഗ്രഷണൽ സ്പേസ് മെഡൽ ഓഫ് ഹോണർ,
the NASA Distinguished Service Medal and the NASA Space Flight Medal. അടുത്ത് നമുക്ക് സ്പേസ് മിഷന്റെ പോയിന്റ് എഴുതാം. ഷീ ഫ്ലൂ ഓൺ ദി സ്പേസ് ഷട്ടിൽ കൊളംബിയ ഫോർ ഹെർ സ്പേസ് മിഷൻ ഇൻ 1997 ആൻഡ് 2003 എന്നാണ്. ഇവിടെ വർഷം മാത്രം തന്നത് കൊണ്ട് നിങ്ങൾ ഇൻ എന്നാണ് വർഷം എഴുതുന്നതിന് മുൻപേ ആയിട്ട് ഇൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അവസാനമായിട്ട് എഴുതേണ്ടതാണ് ഡെത്ത് എഴുതുമ്പോൾ നിങ്ങൾ എന്താണ് ഷീ പാസ്ഡ് എവേ എന്നാണ് എഴുതേണ്ടത്. ഷീ പാസ്ഡ് എവേ, അവർ നമ്മളെ വിട്ടുപോയി എന്നാണ്. ഓൺ ഫെബ്രുവരി 1, 2003 ഫെബ്രുവരി 1 എന്ന ഡേറ്റ് എഴുതുന്നതിന് മുൻപേ ആയിട്ട് ഓൺ ആണ് നിങ്ങൾ ചേർക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് കോമ ഇട്ടിട്ട് വർഷം കൂടി എഴുതുക. നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ വർഷം മാത്രമേ തന്നിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ ഇൻ 2003 എന്നാണ് എഴുതേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് ഡേറ്റ്, ദിവസത്തിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ ഓൺ ആണ് എഴുതേണ്ടത്. കൽപ്പന ചൗളയുടെ പ്രൊഫൈൽ തയ്യാറാക്കിയത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലായല്ലോ. നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3 ഡയറി എഴുതാനാണ്. പാറുവിനെയും ഗ്രാൻഡ് മദറിനെയും നമ്മുടെ പാഠഭാഗത്ത് പരിചയപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. പാറു വാസ് വെരി ഹാപ്പി ടു വിസിറ്റ് ദി പാഡി ഫീൽഡ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പാറു ഗ്രാൻഡ് മദറിനോടൊപ്പം പാഡി ഫീൽഡ് സന്ദർശിക്കാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു. ഷീ എൻജോയ്ഡ് ദി വാം ബ്രീസ് ഇൻ ദ ഫീൽഡ് ആൻഡ് ജോയിൻ ദി ഫാമേഴ്സ് ഇൻ ദി വർക്ക്. അവൾ വയലിലെ ഈ ഒരു ചൂടുള്ള കാറ്റ് ആസ്വദിച്ചു. പിന്നെ ഫാമേഴ്സ്, കൃഷിക്കാരുടെ കൂടെ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ ഫോർ ഹെർ. അവളുടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു അത്. ഷീ റോട്ട് എ ഡയറി. അവൾ ഒരു ഡയറി എഴുതി. റൈറ്റ് ദി ഡയറി എൻട്രി ഓഫ് പാറു. പാറുവിൻ്റെ ഡയറി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് ആ ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ടത്? അവളുടെ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു? ഭയങ്കര സന്തോഷമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. സോ ഡയറി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു എന്നാണ് തുടങ്ങേണ്ടത്. പിന്നെയോ, അന്ന് അവൾ വയലിൽ പോയപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും അവളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഡയറിയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടത്. സോ നമുക്ക് എഴുതി നോക്കാം. ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് ഡേറ്റും ഡേയും എഴുതണം. ഇത് പറഞ്ഞപ്പോഴാണ് തൊട്ട് മുൻപത്തെ ക്വസ്റ്റ്യനിൽ പ്രൊഫൈൽ എഴുതുമ്പോൾ നിങ്ങളൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് എഴുതേണ്ടത്. ഹെഡിങ് ആയിട്ട് ആരുടെ പ്രൊഫൈലാണോ നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പേര് നിങ്ങൾ ഹെഡിങ് ആയിട്ട് നൽകണമേ. നമ്മൾ കൽപ്പന ചൗളയുടെ പ്രൊഫൈലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾ അവിടെ കൽപ്പന ചൗള എന്നാണ് ഹെഡിങ് ആയിട്ട് നൽകേണ്ടത്. അത് മറന്നു പോവരുത്, അത് എന്നോട് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, നമുക്ക് ഡയറിയിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഡയറി എഴുതുമ്പോൾ ദിവസവും ഡേറ്റും നിങ്ങൾ എഴുതണം. എന്നിട്ട് ആദ്യത്തെ വരിയിൽ എഴുതേണ്ടത് ഏത് ചോദ്യമാണെങ്കിലും ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കി, അതായത് നിങ്ങൾക്ക് സന്തോഷമുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ടുഡേ വാസ് എ ഹാപ്പി ഡേ ഫോർ മീ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഇനി ചോദ്യം എന്തെങ്കിലും ദുഃഖമുള്ളൊരു ചോദ്യമാണെങ്കിൽ ടുഡേ വാസ് എ സാഡ് ഡേ ഫോർ മീ എന്ന്, ഇന്ന് എനിക്ക് വളരെ ദുഃഖമുള്ളൊരു ദിവസമായിരുന്നു എന്നെഴുതാം. നമ്മുടെ ഇവിടെ ചോദ്യത്തിൽ പാറു വളരെ ഹാപ്പി, സന്തോഷമുള്ളൊരു ദിവസമാണ്. സോ നമുക്ക് നമ്മുടെ ഡയറി എങ്ങനെ തുടങ്ങാം? ടുഡേ വാസ് എ വെരി ഹാപ്പി ഡേ ഫോർ മീ. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഐ വെൻറ്റ് ടു ദി പാഡി ഫീൽഡ് വിത്ത് മൈ ഡിയർ ഗ്രാൻഡ്മ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഗ്രാൻഡ് മദറിനോടൊപ്പം പാഡി ഫീൽഡ് വയൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി. The field looked so beautiful with green plants and muddy water. ഈ ഒരു വയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പച്ച ചെടികൾ കൊണ്ടും ചളിവെള്ളം കൊണ്ടും നല്ല ഭംഗിയുള്ളതായിരുന്നു. എ വാം ബ്രീസ് വാസ് ബ്ലോയിങ് ആൻഡ് ബേർഡ്സ് വെർ സിംഗിങ് സ്വീറ്റ്ലി. ഒരു ചൂടുള്ള ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പിന്നെ കിളികൾ നല്ല മധുരമുള്ള പാട്ട് പാടുന്നുണ്ടായിരുന്നു. വി ജോയിൻ ദി ഫാമേഴ്സ് ആൻഡ് പ്ലാന്റഡ് പാഡി സീഡ്ലിങ്സ്. ഞങ്ങൾ ഫാമേഴ്സിനോടൊപ്പം ചേർന്ന് ചെടികളൊക്കെ നട്ടു. ദേ വേർ സിംഗിങ് എ ഫോക്ക് സോങ്. അവരൊരു നാടൻ പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് വെരി പ്രൗഡ് ടു വർക്ക് വിത്ത് ദം. എനിക്ക് അവരോട് കൂടി ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം തോന്നുന്നു. ഗ്രാൻഡ്മ ടോൾഡ് മീ ദ ഫാമേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു അസ്. ഗ്രാൻഡ്മ ഫാമേഴ്സിൻ്റെ, കൃഷിക്കാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു തന്നു. ഷീ ആൾസോ സെഡ് ദാറ്റ് ഫാളൻ ലീവ്സ് ആൻഡ് ഇൻസെക്ട്സ് ബിക്കം മാന്യൂർ ആൻഡ് ഹെൽപ്പ് പ്ലാന്റ്സ് ഗ്രോ.
ഗ്രാൻഡ്മ പിന്നെ ഈ വീഴുന്ന ഇലകളും പ്രാണികളൊക്കെയാണ് ചെടികൾക്ക് വളരാനുള്ള വളമായി മാറുന്നതെന്ന് കൂടി പറഞ്ഞു തന്നു. ഐ ലേൺഡ് മെനി ന്യൂ തിങ്സ് എബൌട്ട് ഫാമിംഗ് ടുഡേ. ഞാൻ കൃഷിയെ പറ്റി കുറേ പുതിയ കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. ഇതൊക്കെ നിങ്ങളുടെ പാഠഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ. വെൻ ഐ സ്റ്റുഡ് ഓൺ ദി സോയിൽ ഐ ഫെൽറ്റ് ദി വാംത്ത് ഓഫ് മദർ എർത്ത്. ഞാൻ മണ്ണിൽ നിന്നപ്പോൾ എനിക്ക് ഒരു ഭൂമിയുടെ മാതൃത്തിൻ്റെ ഒരു ചൂട് അനുഭവപ്പെട്ടു. ഐ റിമെമ്പേർഡ് മൈ മദേഴ്സ് വേർഡ്സ് നാച്ചുർ ഈസ് അവർ മദർ. ഞാൻ എൻ്റെ അമ്മയുടെ വാക്കുകൾ ഓർമ്മിച്ചു. അതായത് നാച്ചർ, പ്രകൃതി നമ്മുടെ അമ്മയാണെന്ന്. ഫോർ എ മൊമെൻറ്റ് ഐ ഫെൽറ്റ് ആസ് ഇഫ് അമ്മ വാസ് നിയർ മീ. ഒരു നിമിഷം അമ്മ എൻ്റെ അടുത്തുള്ളതുപോലെ എനിക്ക് തോന്നി. ഐ വാസ് വെരി ഹാപ്പി ആൻഡ് പീസ്ഫുൾ. എനിക്ക് വളരെ സന്തോഷവും സമാധാനവും തോന്നി. ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ ഫോർ മീ. ഇത് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. ഈ ഒരു ലൈനും നിങ്ങൾക്ക് ഏത് ഡയറി ചോദിച്ചാലും, സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും, ഈ ഒരു ലൈനും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് ഏത് ഡയറിയിലും എഴുതാൻ പറ്റിയൊരു സെൻറ്റൻസ് ആണ് ഇത്. ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ. ഓക്കെ, സോ നമ്മളിവിടെ ഡയറി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 4 നോട്ടീസ് നിർമ്മിക്കാനാണ്. ഇയർ സ്കൂൾ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ്. നിങ്ങളുടെ സ്കൂൾ ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ദ ഇനാഗുറേഷൻ ഫംഗ്ഷൻ വാസ് ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഓൺ April 1, 2025. അതിൻ്റെ ഉദ്ഘാടന പരിപാടി April 1, 2025 തീരുമാനിച്ചിട്ടുള്ളത്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി ഇനാഗുറൽ ഫംഗ്ഷൻ. ഈ ഒരു ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസാണ് നിങ്ങളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തൊക്കെയാണ് നോട്ടീസിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഹിൻസ് അവിടെ തന്നിട്ടുണ്ട്. വെന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലം, ഡേറ്റ്, ടൈം, വെൽക്കം സ്പീച്ച്, അത് സ്വാഗത പ്രസംഗം, ഇനാഗുറൽ സ്പീച്ച് ഉദ്ഘാടന പ്രസംഗം, ഫെലിസിറ്റേഷൻ അധ്യക്ഷത പ്രസംഗം, വോട്ട് ഓഫ് താങ്ക്സ് നന്ദി. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം. സോ നമുക്ക് നോട്ടീസ് തയ്യാറാക്കാം. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ നോട്ടീസ് എന്ന് ഒരു വലിയൊരു ഹെഡിങ് ആയിട്ട് നൽകണം. എന്നിട്ട് താഴെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേര് തന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിൻ്റെ പേരാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത താഴെയായിട്ട് നിങ്ങൾ നോട്ടീസ് എഴുതുന്ന അന്നേ ദിവസത്തെ ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, എന്നാണോ നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കുന്നത് അന്നേ ദിവസത്തെ ഡേറ്റാണ് നിങ്ങളിവിടെ മുകളിലായിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് താഴെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇവിടെ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം, ഇനാഗുറേഷൻ ആണല്ലോ. സോ നിങ്ങൾ അവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇനാഗുറേഷൻ ഓഫ് ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് 2025 എന്ന് കൊടുക്കുക. ഇനി അടുത്ത പാരഗ്രാഫിലായിട്ട് നമ്മൾ എന്തിനാണോ ഈ ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത് ആ ഒരു വിഷയം പറയാം. അതായത് ദിസ് ഈസ് ടു ഇൻഫോം ഓൾ ഓഫ് യു ദാറ്റ് അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ്. ഈ ഒരു നോട്ടീസ് തയ്യാറാക്കുന്നത് നിങ്ങളെ നമ്മുടെ സ്കൂൾ ഒരു ബാസ്കറ്റ് ബോൾ ടൂർണമെൻറ്റ് നടത്തുന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ദ ഇനാഗുറൽ ഫംഗ്ഷൻ ഈസ് ഷെഡ്യൂൾഡ് ആസ് ഫോളോസ്. നമ്മുടെ ഇനാഗുറേഷൻ പരിപാടി താഴെ തന്നതുപോലെയാണ് നടക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, വെന്യൂ എന്ന് പറഞ്ഞിട്ട് സ്ഥലം എഴുതുക. സ്ഥലം സ്കൂൾ ബാസ്കറ്റ് ബോൾ കോർട്ടാണ്. ഡേറ്റും ടൈമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടീസിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതേ ഡേറ്റും അതേ സമയമാണ് എഴുതേണ്ടത്. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം, സമയം, വെന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി താഴെ ദ പ്രോഗ്രാം വിൽ ബിഗിൻ വിത്ത് എ വെൽക്കം സ്പീച്ച് ബൈ ദി സ്കൂൾ ലീഡർ. സ്വാഗത പ്രസംഗം പറയുന്നത് സ്കൂൾ ലീഡറാണ്. ലേറ്റർ ദ ടൂർണമെൻറ്റ് വിൽ ബി ഫോർമലി ഇനാഗുറേറ്റഡ് ബൈ അവർ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ. അതിനുശേഷം നമ്മുടെ പ്രിൻസിപ്പളാണ് നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ദിസ് വിൽ ബി ഫോളോവഡ് ബൈ ദി ഇനാഗുറൽ സ്പീച്ച്, ഫെലിസിറ്റേഷൻ ആൻഡ് വോട്ട് ഓഫ് താങ്ക്സ്. അങ്ങനെ ബാക്കിയുള്ള ഉദ്ഘാടന പ്രസംഗവും അധ്യക്ഷനും നന്ദി പ്രസംഗവും ഒക്കെ ഇതിൻ്റെ ബാക്കിയായിട്ട് നടക്കുന്നു. അവസാനമായിട്ട് എഴുതാം ഓൾ സ്റ്റുഡൻസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പാരൻസ് എന്നും എഴുതാം. ഓൾ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ദി ഫംഗ്ഷൻ ആൻഡ് മേക്ക് ഇറ്റ് എ ഗ്രാൻഡ് സക്സസ്. എല്ലാവരും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇതൊരു വലിയൊരു വിജയകരമാക്കി തീർക്കണമെന്ന് നിങ്ങളെല്ലാവരെയും അപേക്ഷിക്കുന്നു.
എന്നിട്ട് ലാസ്റ്റായിട്ട് താഴെ ആരാണോ നോട്ടീസ് എഴുതുന്നത്, പ്രിൻസിപ്പൽ ആണെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് എഴുതുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നോട്ടീസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു നോട്ടീസ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള നോട്ടീസാണ്. ഇതിൽ നിങ്ങളോട് ഇനാഗുറേഷൻ സ്പീച്ചും ഫെസിലിറ്റേഷനും വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ എഴുതാൻ വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും എഴുതണം എന്നില്ല. എന്താണോ ഹിൻസിൽ തന്നിട്ടുള്ളത് ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ നോട്ടീസിൽ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ, സംഭാഷണം ഏതാണ്? ഇൻ ദി സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷൂസ് മിക്കായൽ ലോസ്റ്റ് ദി ഗെയിം ആൻഡ് ബിക്കെയിം സാഡ്. സാൾട്ട് ഇൻ ഹിസ് ഷൂസിൽ മിക്കായൽ എന്ന കുട്ടിയെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. മിക്കായൽ കളിയിൽ തോറ്റുപോയിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഹീ സാറ്റ് സൈലൻ്റ് അറ്റ് ഹിസ് ഹോം. അവൻ്റെ വീട്ടിൽ സൈലൻ്റ് ആയിട്ട് നിശബ്ദനായിട്ട് ഇരിക്കുകയാണ്. മിക്കായൽസ് മദർ കെയിം ആൻഡ് ടോക്ക്ഡ് ടു ഹിം. മിക്കായലിൻ്റെ അമ്മ അടുത്തേക്ക് വന്ന് അവനോട് സംസാരിച്ചു. കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ മിക്കായൽ ആൻഡ് ഹിസ് മദർ. മിക്കായലും അവൻ്റെ അമ്മയും തമ്മിലുള്ള സംഭാഷണം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ നിങ്ങൾക്ക് മദർ പറയുന്നത് തന്നിട്ടുണ്ട്. മിക്കായൽ, യു ലുക്ക് സാഡ്. മിക്കായൽ, നീ വിഷമിച്ചിരിക്കുകയാണല്ലോ. വാട്ട് ഹാപ്പൻ ടു യു? നിനക്ക് എന്താണ് പറ്റിയിട്ടുള്ളത്, എന്താണ് സംഭവിച്ചത്? ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കോൺവെർസേഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. നമുക്ക് എഴുതാം. അടുത്ത മിക്കായൽ പറയാണ്, ഐ ലോസ്റ്റ് ദ ഗെയിം എഗെയിൻ മമ്മ, ഞാൻ വീണ്ടും കളിയിൽ തോറ്റു. മാർക്ക് ഈസ് ടു ടോൾ. മാർക്ക് നല്ല ടോളായിട്ടുള്ള നീളമുള്ള ആളാണ്. ആൻഡ് ഹീ ഓൾവേസ് ബ്ലോക്സ് മൈ ഷോട്ട്സ്. എപ്പോഴും എൻ്റെ ഷോട്ട്സ് അവന് ബ്ലോക്ക് ചെയ്യാണ്. അടുത്തത് അമ്മ പറയാണ്, ഓ ഡിയർ, ഈസ് ദാറ്റ് വൈ ആർ യു അപ്സെറ്റ്? ഇതാണോ നീ വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാരണം? മിക്കായൽ പറയാണ്, യെസ് മമ്മ, അതെ. ഐ വിഷ് ഐ വേർഡ് ടോളർ. ഞാൻ നല്ല ടോളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇഫ് ഐ വേർ ടോളർ ഐ കുഡ് പ്ലേ ബെറ്റർ ആൻഡ് ഹെൽപ്പ് മൈ ടീം വിൻ. ഞാൻ നല്ല ടോളായിട്ടുള്ള ആളായിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് കളിക്കാനും എൻ്റെ ടീമിനെ വിജയിപ്പിക്കാനും കഴിഞ്ഞിരുന്നേനെ. മദർ പറയാണ്, ബീങ് ടോൾ ഈസ് നോട്ട് ദ ഓൺലി തിങ് ദാറ്റ് മേക്സ് എ ഗുഡ് പ്ലെയർ മിക്കായൽ. നല്ല ടോളായിരിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരാളെ നല്ലൊരു കളിക്കാരനാക്കുന്നത്. മിക്കായൽ പറയാണ്, ബട്ട് മാർക്ക് ഈസ് ടോളർ ദാൻ എവരി വൺ. പക്ഷേ മാർക്ക് എല്ലാവരെക്കാട്ടിലും നല്ല ടോളായിട്ടുള്ള ആളാണ്. ഐ ഫീൽ സോ സ്മോൾ വെൻ ഐ സ്റ്റാൻഡ് നെക്സ്റ്റ് ടു ഹിം. ഞാൻ അവനോട് ചേർന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചെറുതായിട്ടാണ് തോന്നുന്നത്. മദർ പറയാണ്, ലിസൺ മൈ സൺ. ശ്രദ്ധിക്കൂ എൻ്റെ മകനെ. വിത്ത് പേഷ്യൻസ്, പ്രാക്ടീസ് ആൻഡ് ഡിറ്റർമിനേഷൻ യു ക്യാൻ അച്ചീവ് എനിത്തിങ്. പാഷ്യൻസും ക്ഷമയും പ്രാക്ടീസും ഡിറ്റർമിനേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നിനക്ക് എന്തും തന്നെ അച്ചീവ് ചെയ്യാൻ, നേടാൻ കഴിയും. വർക്ക് ഹാർഡ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നന്നായിട്ട് ശ്രമിച്ചിട്ട് കഠിനാധ്വാനം ചെയ്തിട്ട് നിന്നിൽ നീ വിശ്വസിക്കൂ. വൺ ഡേ യു വിൽ സർപ്രൈസ് എവരി വൺ. ഒരു ദിവസം നീ എല്ലാവരെയും ഞെട്ടിക്കും. മിക്കായൽ പറയാണ്, റിയലി മമ്മ, ശരിക്കുമാണോ? ദെൻ ഐ വിൽ പ്രാക്ടീസ് മോർ ആൻഡ് നെവർ ഗിവ് അപ്പ്. എങ്കിൽ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും, ഒരിക്കലും ഗിവ് അപ്പ് തളരുകയും ചെയ്യില്ല. ഇത്രയുമാണ് നമ്മളിവിടെ കോൺവെർസേഷനിൽ എഴുതിയിട്ടുള്ളത്. നമുക്കിനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Next activity 6, rearrange the story. Some events of a story are given below in a jumbled order. Read the events and arrange them properly. നിങ്ങൾക്ക് താഴെ കുറച്ച് ഇവൻറ്റ്സ് നിങ്ങൾക്ക് തെറ്റിച്ചിട്ടായിട്ടാണ്, ജംബിൾഡ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ഇവൻറ്റ് താഴെ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ബിൽ ഇൻവൈറ്റഡ് മെഗ് ടു വിസിറ്റ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഫാം. ബില്ല് അവൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു. ഇനി രണ്ടാമത് വരുന്നത് ഗ്രാൻഡ് ഫാദർ ഗേവ് ദി ജോബ്സ് ടു പീൽ കോൺ ആൻഡ് സോ സീഡ്സ് ആണ്. കോണിൻ്റെ തൊലി പൊളിക്കാനും സീഡ്സ് ഒക്കെ ഇതാക്കാനും വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദർ അവർക്ക് ജോലികൾ നൽകി. അടുത്തത് മൂന്നാമത്തത് ദ കിഡ്സ് ഫെഡ് ദി എനിമൽസ് ആൻഡ് കളക്റ്റഡ് ഹേ ഫോർ കൗസ്. എനിമൽസിന് അവർ ഭക്ഷണം കൊടുക്കുകയും അവർ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വൈക്കോലുകൾ ശേഖരിക്കുകയും ചെയ്തു. ഹേ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. ഇത് നിങ്ങളുടെ എ ഡേ അറ്റ് ഫാം എന്ന് പറഞ്ഞ സ്റ്റോറിയിലെ ഇവൻറ്റ്സ് ആണ്, സംഭവങ്ങളാണ് തന്നിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഗ്രാൻഡ് ഫാദർ വാണ്ട് ദി കിഡ്സ് നോട്ട് ടു ഡിസ്റ്റർബ് ദി ബീസ്. തേനീച്ചകളെ ശല്യപ്പെടുത്തരുതെന്ന് ഗ്രാൻഡ് ഫാദർ അവരെ വാൺ ചെയ്തു.
പിന്നെ അടുത്ത അഞ്ചാമത്തത് ബിൽ ഡിസ്റ്റർബ്ഡ് ദി ബീസ് ആൻഡ് ദേ ചേസ്ഡ് ദി കിഡ്സ്. ബില്ല് തേനീച്ചകളെ ബുദ്ധിമുട്ടിച്ചു, അങ്ങനെ അവർ ഈ കുട്ടികളെ ചേസ് ചെയ്തു, പിന്തുടർന്ന് ഓടി തേനീച്ചകൾ. അടുത്ത ഏറ്റവും ലാസ്റ്റ് വരുന്നത് The kids escaped by jumping into a stream and grandfather helped them. കുട്ടികൾ ഒരു സ്ട്രീമിലേക്ക് ചാടിക്കൊണ്ട് രക്ഷപ്പെട്ടു, പിന്നെ ഗ്രാൻഡ് ഫാദർ അവരെ സഹായിച്ചു. ഈ ഒരു ഓർഡറിലാക്കിയിട്ട് നിങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ആക്ടിവിറ്റി 7 നോക്കാം. എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ എഡിറ്റിംഗ് ലിങ്ക് എന്ന് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. നമുക്കിവിടെ പാസേജ് വായിക്കാം. ഇവിടെ കുറച്ച് തെറ്റുകളുണ്ട്. തെറ്റായിട്ടുള്ള വേർഡ്സ് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് തിരുത്തി എഴുതാനാണ്. ധ്യാൻ ചന്ദ് ഈസ് വൺ ഓഫ് ഇന്ത്യാസ് ഗ്രേറ്റ് ഹോക്കി പ്ലേയേഴ്സ്. ധ്യാൻ ചന്ദ് ഇന്ത്യയിലെ ഹോക്കി കളിക്കാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇവിടെ ഇന്ത്യാസ് എന്നുള്ളത് തെറ്റാണ്. ഇവിടെ എന്തുകൊണ്ടാണ് തെറ്റ്? ഐ ഇവിടെ സ്മോൾ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു സെൻറ്റൻസിൻ്റെ നടുവിലാണെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ പേര്, അറിയപ്പെട്ട അരുവികളുടെ പേര് അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മളത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലാണ് എഴുതേണ്ടത്. ഇവിടെ ഇന്ത്യൻ്റെ ഐ ക്യാപിറ്റലിലാണ് എഴുതേണ്ടത്. അതാണ് ഇവിടെയുള്ള മിസ്റ്റേക്ക്. അടുത്തത് ചന്ദ് ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ ഹിസ് അച്ചീവ്മെൻറ്റ്സ് ഓൺ ദി ഒളിമ്പിക്സ്. ഒളിമ്പിക്സിലെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ കാരണം അദ്ദേഹം അറിയപ്പെട്ട ഒരാളാണെന്ന്. അത് ഒളിമ്പിക്സിൽ എന്നാണ് ഇവിടെ അർത്ഥം വരേണ്ടത്. സോ ഇവിടെ ഇൻ ദ ഒളിമ്പിക്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഇൻ ആണ് അവിടെ ഓൺ, തെറ്റാണ്. അടുത്ത സെൻറ്റൻസ് ഹീ ഹെൽപ്ഡ് ഹെർ ടീം. അദ്ദേഹത്തിൻ്റെ ടീമിനെ സഹായിച്ചു എന്നാണ് ഇവിടെ വേണ്ടത്. പക്ഷേ ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നാണ്. സ്ത്രീ ആണെങ്കിലാണ് നമ്മൾ ഹെർ എന്ന് ഉപയോഗിക്കുക. ഇവിടെ അവൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്നാണ് നമുക്ക് വേണ്ടത്. ഹിസ് എന്ന വേർഡാണ് എഴുതേണ്ടത്. ഹീ ഹെൽപ്ഡ് ഹിസ് ടീം. അദ്ദേഹത്തിൻ്റെ ടീമിനെ സഹായിച്ചു. സെക്യൂർ ഗോൾഡ് മെഡൽസ് ഇൻ എ ഇയേഴ്സ് 1928, 1932 ആൻഡ് 1936. അദ്ദേഹത്തിൻ്റെ ടീമിനെ സഹായിച്ചു എന്തിന്? ഗോൾഡ് മെഡൽ നേടാൻ വേണ്ടിയിട്ട്. 1928, 1932, 1936 എന്നീ കാലയളവിൽ. ഇവിടെ എ ഇയേഴ്സ് എന്നുള്ളത് തെറ്റാണ്. എ എന്ന് പറഞ്ഞാൽ ഒരു. ഇവിടെ നിശ്ചിത കാലയളവ് കൃത്യമായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 1928, 1932, 1936 എന്ന് കൃത്യമായിട്ടുള്ള വർഷങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഇയേഴ്സിൻ്റെ മുൻപേ ആയിട്ട് ദ എന്നാണ് ഉപയോഗിക്കുക. എന്താണ്? മെഡൽസ് ഇൻ ദ ഇയേഴ്സ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്ത സെൻറ്റൻസ് ഡ്യൂറിങ് ഹിസ് ടൈം. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഇന്ത്യ വാസ് ഡോമിനന്റ് വെരി ഇൻ ഹോക്കി. ഇന്ത്യ ഹോക്കിയിൽ വളരെ ആധിപത്യം നേടിയിരുന്നു എന്നാണ്. ഇവിടെ ഡോമിനൻ്റ് വെരി എന്നുള്ളത് ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. വെരി ഡോമിനൻ്റ് എന്നാണ്, വളരെയധികം ആധിപത്യം എന്നാണ് വരുന്നത്. സോ നമ്മുടെ എഡിറ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചോദ്യപേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.